നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ.എം. എബ്രഹാമിനെ ക്യാബിനറ്റ് പദവി കൊടുത്ത് ഉയർത്തിയത് പലതും കണക്കുകൂട്ടി തന്നെയാണ്. കടമെടുപ്പ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സംസ്ഥാന വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഫയലുമായി ഒരാളുണ്ടായിരുന്നു. സംസ്ഥാനത്തിനു വേണ്ടി വാദിച്ച കപിൽ സിബലിന്റെ ചടുല നീക്കങ്ങൾക്കായി നിർണായക ഇടപെടൽ നടത്തിയ വ്യക്തി. മുൻ സെബി ചെയർമാൻ കൂടിയായിരുന്ന കെ.എം. എബ്രഹാമിന് വിപുലമായ ബന്ധങ്ങളുള്ള ഉദ്യോഗസ്ഥനാണ്. കെ.എം. എബ്രഹാമിനെ വിരമിച്ച ശേഷവും മുഖ്യമന്ത്രി അങ്ങനെ വിട്ടില്ല. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ നിയമിക്കുകയായിരുന്നു. അത് പലതും കണക്കുകൂട്ടി തന്നെയാണ്. അതായത് എബ്രഹാമിനെ കൊണ്ട് ഇനിയും പിണറായിക്ക് പലതും നേടിയെടുക്കാനുണ്ട്. കേന്ദ്രത്തിനെതിരെ കണക്കുകൾ നിരത്തി അഭിഭാഷകൻ കപിൽ സിബലിന് കത്തിക്കയറാൻ അവസരമൊരുക്കിയത് എബ്രഹാം ആയിരുന്നു. കോടതിയിൽ വാദം കേൾക്കലിന്റെ ആദ്യ അവസാനം കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിന് കണക്കുകൾ ഉൾപ്പെടെ ബ്രീഫ് ചെയ്ത് നൽകിയത് എബ്രഹാം ആയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ സംബന്ധിച്ച് കേന്ദ്രം ആരോപണം ഉന്നയിക്കുമ്പോഴും സിബലിനെ ബ്രീഫ് ചെയ്യാൻ എബ്രഹാം ചാടിയെത്തി. ഇതോടെ കേന്ദ്രവാദത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് സിബൽ കത്തിക്കയറുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ എന്നിവരാണ് ഹാജരായത്. കേരളത്തിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ വി മനു എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. ഇവരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയന്റെ ഒരു ആശ്വാസം കെ.എം. എബ്രഹാം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തായാലും കെ.എം. എബ്രഹാമിന്റെ നിർണായക ഇടപെടലിനെ തുടർന്ന് ട്രഷറി പൂട്ടലിൽ നിന്നും പിണറായി സർക്കാരിനെ രക്ഷിക്കുന്നതിൽ നിർണായക റോള് എബ്രഹാമിന് ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. 8 ദിവസം കൂടി മാത്രമേ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടിക്ക് സർക്കാർ വിധേയമായേനെ. സുപ്രീം കോടതിയുടെ ഉത്തരവോടെ കേരളത്തിന് വരുന്ന ചൊവ്വാഴ്ച 13,608 കോടി രൂപ കടമെടുക്കാൻ കഴിയും. ഇതോടെ ട്രഷറി പൂട്ടലിൽ നിന്നും സർക്കാരിന് താൽക്കാലിക ആശ്വാസം, അതായത് ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2 ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ വിശ്വാസക്കുറവുണ്ടായിട്ടുണ്ടെന്ന് കേരള തർക്കത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. മറ്റു വിഷയങ്ങൾ പോലെയല്ല കേരളത്തിന്റെ ഈ കേസ്. ഭരണഘടനാ തത്വങ്ങൾ വെച്ച് തീർപ്പാക്കേണ്ടതാണ്. കോടതിക്ക് എന്തുമാത്രം ഇടപെടാനാകുമെന്നും നോക്കണം. അടുത്ത സാമ്പത്തിക വർഷം ഇത്തരമൊരു വിഷയം മറ്റൊരു സംസ്ഥാനത്തിനും ഉണ്ടാകാത്ത തരത്തിൽ കേരളത്തിന്റെ ഹർജി തീർപ്പാക്കുമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. ശമ്പളവും പെൻഷനും ക്ഷാമബത്തയും നൽകാനാകാതെ കേരളം കടുത്ത പ്രയാസത്തിലാണെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞിരുന്നു. ഓവർ ഡ്രാഫ്റ്റ് ഭീഷണിയുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കത്ത് പ്രകാരമാണ് കടമെടുപ്പിന് അനുമതി ആവശ്യപ്പെടുന്നത്. സാംസ്കാരിക രാഷ്ട്രീയ വൈവിധ്യം പോലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ വിനോദസഞ്ചാരവും ഐ.ടിയുമാണ് വരുമാന മാർഗങ്ങൾ. മനുഷ്യവിഭവം വികസിപ്പിക്കുകയാണ് പ്രധാന കടമ. ബജറ്റ് വിഹിതം അനുവദിക്കുമ്പോൾ കേരളം കണക്കിലെടുക്കുന്നതും ഇതാണ്. മുൻഗണന കേന്ദ്രമല്ല, സംസ്ഥാനമാണ് തീരുമാനിക്കുക. കേന്ദ്രം ധനവിനിയോഗ പരിധി ലംഘിക്കുകയാണെന്നും സിബൽ വാദിച്ചിരുന്നു. വിഷയത്തിൽ കോടതി ഇടപെട്ട് ഉത്തരവുണ്ടായാൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറ്റോർണി ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുപ്രീം കോടതി ഇടപെടൽ അനിവാര്യമാണെന്ന തോന്നലുണ്ടാക്കുകയാണ് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബലെന്ന് എ.ജിയും എ.എസ്.ജിയും കുറ്റപ്പെടുത്തി. ദേശീയവും പ്രാദേശികവുമായ സങ്കീർണതകളുള്ള വിഷയത്തിലേക്ക് കോടതി പ്രവേശിക്കരുത്. സംസ്ഥാനങ്ങളുടെ ധനവിനിയോഗം കേന്ദ്രം പരിഗണിക്കേണ്ടതാണ്. ഒരു സംസ്ഥാനവും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുന്നിൽ ബാധ്യതയാകാൻ പാടില്ലെന്നും ഇരുവരും പറഞ്ഞിരുന്നു. എന്തായാലും കെ.എം. എബ്രഹാമിന്റെ ഒരു ഇടപെടലാണ് കേരളം ചർച്ച ചെയ്യുന്നത്. അതായത് പിണറായി വിജയൻ കെ.എം. എബ്രഹാമിനെ അങ്ങനെ വിടാൻ തയ്യാറല്ല. ഇനിയും പണിയെടുപ്പിക്കാൻ